നമസ്കാരം. കണ്ണൂരിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മാവേലിയോടൊപ്പമുള്ള യാത്ര തുടരുകയാണ്. ഇപ്പം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കണ്ണൂരിലുള്ള ശ്രീരോഷ് ഡെവലപ്പേഴ്സിൻ്റെ ഓഫീസിലാണുള്ളത്. അപ്പോൾ നേരെ നമുക്ക് അവിടെ പോയിട്ട് അവരുടെ പുതിയ പ്രൊജക്റ്റ് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് ചോദിച്ചറിയാം. നേരത്തെ വന്നത് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് പ്രജകളെ കണ്ടിട്ട് തീരുന്നില്ല. ഒരു കുറേ പ്രജകളെ കാണാതെ ബാക്കിയ കംപ്ലൈൻറ്റ് ചെയ്യുന്നു അതാൾക്ക്. അതുകൊണ്ട് കുറച്ച് നേരത്തെ വന്നു. എല്ലാവരും കാണണ്ടേ, അതല്ലേ സാറേ. അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം. രണ്ടു തരം പായസമൊക്കെയായി നല്ല അടിപൊളി സദ്യ അല്ലേ? നമ്പൂതിരിയുടെ ഭാഷ പറഞ്ഞാൽ വിഭവസമൃദ്ധമായ സദ്യ. അങ്ങനെ അടിക്കുക. ശ്രീരോഷ് ഡെവലപ്പേഴ്സിൻ്റെ നമ്മുടെ കണ്ണൂരുള്ള ഓഫീസാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ അതിൻ്റെ രജിസ്ട്രാർ എൻ്റെ കൂടെയുണ്ട്. അപ്പം അഡ്വാൻസ് ആയിട്ട് മാവേലിയുടെയും കണ്ണൂർ വിഷൻ്റെ ഓണാശംസ നേരെയാണ്. താങ്ക് യു. നമ്മുടെ പിന്നെ പുതിയ പ്രോജക്റ്റൊക്കെ എന്തൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? ഇപ്പോൾ കണ്ണൂരിൽ നമുക്ക് ഒരു വില്ല പ്രോജക്റ്റും 4 അപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റാണുള്ളത്. ഒരു പ്രോജക്റ്റ് പയ്യാമ്പലത്താണുള്ളത്. അത് ഓൾമോസ്റ്റ് സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല CU ഉള്ള അപ്പാർട്ട്മെൻറ്റാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ഇവിടെ തന്നെ കാൾടെക്സിൽ തന്നെയാണ് ശ്രീരോഷ് ഐക്കോൺ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് കണ്ണൂരിലെ ഏറ്റവും ഉയരം കൂടിയ പ്രോജക്റ്റാണ്. 2.25 ഏക്കർ സ്ഥലത്ത് 28 ഫ്ലോറിലെ അപ്പാർട്ട്മെൻറ്റാണ്. എല്ലാവിധ ഫെസിലിറ്റീസും കൂടിയിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റാണ്. പിന്നെ ഉള്ളത് ലക്ഷർ എന്ന് പറയുന്നൊരു പ്രോജക്റ്റാണ്. അത് മേലച്ചുവ ധർമ്മസമാജം സ്കൂളിൻ്റെ സൈഡിൽ കൂടെയുള്ള റോഡിലാണ്. 2 ടവറിലായിട്ട് 14 ഫ്ലോറിലുള്ള 127 അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അതിൽ അതൊരു വേണമെങ്കിൽ നമുക്കൊരു ബഡ്ജറ്റ് അപ്പാർട്ട്മെൻ്റ് എന്നും പറയാം. പക്ഷെ നല്ല എല്ലാ ഫെസിലിറ്റീസും എല്ലാം സെയിം തന്നെയാണ് ആ പ്രോജക്റ്റ്. പിന്നെ ഒരു വില്ല പ്രോജക്റ്റ് ഉണ്ട്. അത് നിങ്ങൾക്കറിയാം. ശരിക്കും ചാലക്ക് ഒരു 2 കിലോമീറ്റർ അകലെ കോഴിയോട് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ 4.25 ഏക്കറിൽ 38 അപ്പാർട്ട്മെൻറ്റ് വില്ലാസാണുള്ളത്. നല്ല 4 ബെഡ്റൂം വില്ലാസാണ്. ഏകദേശം ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വിത്തിൻ എ ഇയർ വിൽ ബി ഏബിൾ ടു കംപ്ലീറ്റ് ദാറ്റ് പ്രോജക്റ്റ്. നമ്മൾ ഏത് വർഷത്തിൽ തുടങ്ങിയത് നമ്മുടെ ശ്രീരോഷ് എന്ന് പറയുന്ന ഒരു സംരംഭം? ശ്രീരോഷ് എന്ന് പറയുന്ന സംരംഭം 1998 സ്റ്റാർട്ട് ചെയ്തതാണ്. അതിനുശേഷം ശ്രീരോഷ് പ്രോപ്പർട്ടീസ് എന്നുള്ള പേരിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ കേരളത്തിലെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ശ്രീരോഷ് ഡെവലപ്പേഴ്സ് എന്നുള്ള പേരിലാണ് ഇപ്പോൾ കേരളത്തെ ഓപ്പറേഷൻ നടത്തുന്നത്. ഇതുവരെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞില്ല 28ാമത്തെ ഫ്ലോർ പ്രോജക്റ്റ്. അത് ഞങ്ങളുടെ 100ാമത്തെ പ്രോജക്റ്റാണ്. 100 പ്രോജക്റ്റാണത്. അതുകൊണ്ടാണ് അത് ശ്രീരോഷ് ഐക്കൺ എന്നുള്ള പേര്. 100ാമത്തെ സംരംഭത്തിന്. അതെ. ഓക്കെ. അപ്പം എന്തായാലും ഒരു വീട് അല്ലെങ്കിൽ ഒരു ഭവനം എന്നുള്ളത് ഏതൊരു വ്യക്തിയുടെയും ഒരു ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ അത് നമ്മൾ സ്ഥലം പോയിട്ട് അന്വേഷിക്കുക, കുറ്റിയടിക്കുക, കട്ട്ലോപ്പ് കർമ്മം, അങ്ങനെ ഒരുപാട് കർമ്മത്തിലൂടെ നമുക്കൊരു വീട് ഉണ്ടാക്കാൻ പറ്റുക. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ മനസ്സിന് എണ്ണീയമായിട്ടുള്ള ബില്ലുകൾ നമ്മൾ ശ്രീരോഷ് നിങ്ങൾക്കായിട്ട് നിർമ്മിച്ച് തരുന്നുണ്ട്. അതുകൊണ്ട് ഭവനം എന്നുള്ള ചിന്ത വരുമ്പോൾ ഒറ്റ പേര് ഓർക്കുക, ശ്രീരോഷ് അല്ലേ? അതെ, അതാണ് തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ നമ്മുടെ ശ്രീരോഷിൻ്റെ വകയായിട്ട് കണ്ണൂർ പ്രേക്ഷകർക്ക് ഓണാശംസ. ഓക്കെ. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ശ്രീരോഷ് ഡെവലപ്പേഴ്സിൻ്റെ ഓണാശംസകൾ.